ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും പോമറേനിയൻ പട്ടി മേടിക്കുമ്പോൾ വഞ്ചിക്കപ്പെടാറുണ്ട്. അതായത് പോമറേനിയൻ്റെ അതേ ഷേപ്പിലുള്ള മറ്റൊരു നായ്ക്കുട്ടിയും കൂടി ഉണ്ട് എന്ന് പറയാം. അതായത് പുതിയതായിട്ട് ഈ നായ്ക്കുട്ടീനെ മേടിക്കുന്നവർക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഇതിന് രണ്ടിനും മാറിപ്പോവും. അപ്പം അങ്ങനെ കുറേ പൈസ ചിലവാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം തന്നെ അറിയാലോ, മുമ്പ് ഞാൻ പോമറേനിയൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് പറഞ്ഞുതരാം. ഒരു മാർക്കറ്റിലൊരു 5000 രൂപ 6000 രൂപ സംതിങ്ങേ ഉള്ളൂ. കാരണം ഒരു സ്പിറ്റ്സിനെക്കാട്ടിലും ഇച്ചിരി ശകലം കൂടെ ചെറുതാണ് ഇവൻ. അപ്പം ഇതിനെ പോമറേനിയൻ എന്നൊന്നും ഒരിക്കലും നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഇവനെ സ്പിറ്റ്സ് എന്ന് വിളിക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പിറ്റ്സ് ആണ്, ഇതെൻ്റെ ഫീമെയിലാണ്. ഇതിപ്പോൾ ഇവളെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം പറഞ്ഞു തരാൻ, ഇവളെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എന്താ പറയണ്ടേ, ഇവളിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഹെയർ പൊഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പോഴേ ഇത് നമ്മുടെ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹെയറി ആയതുകൊണ്ട് വലിപ്പം തോന്നിക്കുന്നുണ്ട്. ഇവൾ കറക്റ്റ് ടൈമാണ് ഇപ്പം. അപ്പം ഇവൻ്റെ ഫേസ് കണ്ടോ, ഇവൻ്റെ ഫേസ് വലിപ്പമുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുണ്ട്. വെയിറ്റ് കൂടുതലായിരിക്കും. ഇവനൊരു 2.5-3 കിലോയൊക്കെ വരും. ഇവൻ 2.5 കിലോയിൽ മോളി വരും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം നമ്മൾ റോയൽ ക്യാൻ കൊടുത്താൽ, റോയൽ ക്യാൻ ഫുള്ള് എപ്പോഴും റോയൽ ക്യാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഒരു 2 കിലോ മോളിൽ പോകും. പിന്നെ എന്തുവാ, സത്യത്തിൽ 1.800 ഒക്കെയാണ് ഒറിജിനൽ പോമറേനിയൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.800 വരുന്നത്. 1.800 1 കിലോയും 800 ഗ്രാമുമാണ് വരുന്നത്. അല്ല 800-900 ഗ്രാമൊക്കെയാണ് വരുന്നത്. ഇവരൊക്കെ എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുതലാണ്. ഇവർക്ക് വലിപ്പം കൂടുതലാണ്. കണ്ടോ, ഇവരും അവളും തമ്മിലുള്ള ഒരു വ്യത്യാസം, സൈസ് വ്യത്യാസങ്ങൾ. ഇവനിപ്പോൾ എത്ര വയസ്സായി കാണും? ഇവനിപ്പോൾ ഒരു 7 വയസ്സുണ്ട്. കാരണം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ കൈ കിട്ടിയൊരു ഡോഗാണ്. എൻ്റെ ഒരു പെറ്റാണ് ഇവൻ. ഇവരെക്കാട്ടിലും ഒക്കെ കാര്യമായിട്ട് ഞാൻ വളർത്തുന്നതാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിട്ട് മനസ്സിലാവും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാവും. അവൻ കൂട്ടിലൊന്നും അപ്പിയിടുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് പോമിലൊരു ക്രേസ് ഉള്ളത് കൊണ്ട് ഞാൻ സ്പിറ്റ്സിനെ മേടിച്ചതാണ്. ഓക്കെ. പിന്നെ ഇതിന് തമ്മിലുള്ള ഒരു പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് നോക്കുമ്പോൾ സൈസ്, പിന്നെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ആവത്തുള്ളൂ. മനസ്സിലായോ? വളരെ കുഞ്ഞതായിരിക്കും. പോമിന് അങ്ങനെ 3 ടൈപ്പ് മുഖമുണ്ട്. ഒന്ന് കുറുക്കന്റെ പോലത്തെ, അത് ഹോട്ട് സ്പേസ് എന്ന് പറയും. കുറുക്കന്റെ ഹോട്ട് ഫേസ് എന്ന് പറയും. പിന്നെ ടെഡി ബിയർ ഫേസ്, ഇതിനെ പറയാം ടെഡി ബിയർ എന്നുള്ളൊരു രീതി പറയാം. ഫുള്ളൊരു ടെഡി ബിയർ അല്ലത്. അങ്ങനെ അതിപ്പം സത്യത്തിൽ ഒരു എന്താ പോമിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ അവർ ബ്രീഡ് ചെയ്ത് ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹോട്ട് സ്പേസ് ആണ്. കുറുക്കന്റെ മുഖം, അതായത് കൂർത്തിരിക്കുന്ന മുഖം. മറ്റേത് ടെഡി ബിയർ പോലത്തെ, അത് ടെഡി ബിയർ അല്ല, കറക്റ്റ് ടെഡി ബിയർ അല്ലത്. അത് ഇപ്പോഴത്തെ ആൾക്കാർ ഇംഗ്ലീഷുകാർ ബ്രീഡ് ചെയ്യിച്ച് ഉണ്ടാക്കിയതാണ് ടെഡി ബിയർ. അതിപ്പം മന്ദീപിന്റെ കയ്യിലൊക്കെ അതാണ് അവർ ബ്രീഡ് ചെയ്യിക്കുന്നത്. മന്ദീപ് സിംഗ് എന്ന് പറയുന്നത് പോമിന്റെ ഒരു ബ്രീഡറാണ്. ഇന്ത്യയിലെ നമ്പർ 1 ബ്രീഡർമാരിൽ ഒരാളാണ് മന്ദീപ് സിംഗ്. പഞ്ചാബാണ് ആള്. മന്ദീപിന്റെ ഒരു പപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആണ്. മനസ്സിലായി? അയാൾക്കൊരു പേരുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പൊ ഞാൻ ഇവന്റെ ഒരു കുട്ടിയെ, ഇവനെ ഞാനിപ്പം ഇവൻ പപ്പി ആയിരുന്നപ്പോൾ ഇവനെ വിൽക്കുവാണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു 50,000 രൂപയായിരിക്കും മേടിക്കുന്നത്. ഈ സെയിം പപ്പിയെ, ഇതൊരു പപ്പിയാണെങ്കിൽ മന്ദീപ് വിൽക്കുവാണെങ്കിൽ 1 മുകളിലായിരിക്കും മേടിക്കുന്നത്. അതാണ് ആള് നമ്മളുള്ള വ്യത്യാസം. ആ ഒരു ബ്രീഡറിന്റെ ഒരു ഇതുണ്ട്, ക്വാളിറ്റി. അത് തന്നെ, ആൾക്കൊരു വിലയുണ്ട്. ഓക്കെ. പിന്നെ ഇതിപ്പോ മൗത്തിന്റെ കാര്യം പറഞ്ഞു, വെയിറ്റിന്റെ കാര്യം പറഞ്ഞു. വേറെ ഉള്ള വ്യത്യാസം പറഞ്ഞുതരാം. അതായത് ഇവന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെയില് ഹെഡുമായിട്ട് ചേർന്ന് ഇങ്ങനെ നിൽക്കണം, ഹെഡുമായിട്ട് മുട്ടി നിൽക്കണം. അതായത് ഈ ടെയില് വാല് ഹെഡുമായിട്ട് മുട്ടി നിൽക്കണം. അതാണ് പോമറേനിയന്റെ ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ വലുതാകുമ്പോഴത്തേക്കിന് മുട്ടും എന്നുള്ള ക്വാളിറ്റി നിൽക്കും. കാരണം ഇപ്പൊ ഹെയർ പൊഴിഞ്ഞു പോയത് കൊണ്ട് ടെയിലയിലെ ഹെയർ എല്ലാം പൊഴിഞ്ഞു പോയേക്കുവാണ്. പറഞ്ഞ മനസ്സിലായി? അവന് ടെയിലയിലെ ഹെയർ പൊഴിഞ്ഞു പോയേക്കുക. അപ്പം ആ ഒരു മുട്ടൻ തക്ക രീതിയിലൊക്കെ നിൽക്കും. അതാണ് അതിന്റെ ക്വാളിറ്റിക്കാണ് ഇവർ റേറ്റ് മേടിക്കുന്നത്. വാല് തലയുടെ മുകളിൽ മുട്ടണം.
അതുപോലെ ചെറുതായിരിക്കണം. ഇതിപ്പോൾ ഓടി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പന്തുരുണ്ട് വരുന്ന പോലെ ഇരിക്കണം. ആ ഒരു ഫീലിംഗ് ആയിരിക്കണം. മനസ്സിലായി? ടെയിൽ ഇങ്ങനെ മുട്ടുമ്പോഴത്തേക്ക് അതിനൊരു ഷേപ്പ് ഉണ്ട്. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് എടുത്തു പറയേണ്ട വ്യത്യാസങ്ങൾ തമ്മിലുള്ള വെയിറ്റ്, അതിൻ്റെ ഒരു സൈസ് കാര്യങ്ങൾ. പിന്നെ ഈ ടെഡി ബിയർ ഫേസിന് ബോണിന് സൈസ് കൂടുതലായിരിക്കും. ഇവളുടെ ബോണിന്റെ സൈസ് കണ്ടോ? ഈ കൈയുടെ സൈസ് കണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ ഇവന്റെ കൈയുടെ സൈസ് കണ്ടോ? അതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ റേറ്റ് നമ്മൾ ഇത് പറയുന്നത്. പോമറേനിയനിലും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഉണ്ട്. ഇവന്റെ കൈയുടെ സൈസ് കണ്ടോ? ഇവന്റെ കൈയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡബിൾ ബോൺ എന്ന് പറയും. ചിലർ പറയും, ബ്രീഡർമാർ പറയും ഡബിൾ ബോൺ എന്ന് പറയും. അപ്പം ബോണിന് സൈസ് കൂടുതലാണ്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് വില കൂടുതൽ. ബോൺ വരുന്ന ഡോഗിന് പപ്പിക്ക് വില കൂടുതലായിരിക്കും. പിന്നെ ഒരു ഡബിൾ ബോൺ, അതായത് ഈ ബോണുള്ള ഒരു മെയിലും ഈ ബോണുള്ള ഒരു ഫീമെയിലും തമ്മിൽ ക്രോസ് ചെയ്താൽ ഈ ബോൺ വരണമെന്നില്ല. മനസ്സിലായോ? ചെറിയ പെൻസിൽ ബോൺ ഉണ്ട്, അത് പെൻസിൽ ബോൺ ആണ്. ഇതിന്റെ പെൻസിൽ ബോൺ, ഇതിന്റെ ഡബിൾ ബോൺ. അതായത് വണ്ണം കൂടുതലാണ്. ഈ വണ്ണം കൂടുതൽ വരുന്നതിനാണ് റേറ്റ് കൂടുതൽ. ഓക്കെ, മനസ്സിലായി? അതിനൊക്കെ 1.5 ലക്ഷം രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്, റെപ്യൂട്ടർ ബ്രീഡർമാർ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ നമ്മുടെ പോമറേനിയനെ മേടിക്കുന്നവര് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആരും വഞ്ചിക്കപ്പെടാതിരിക്കുക. ഞാനായാലും മുമ്പത്തെ വീഡിയോയിൽ അറിയാലോ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ആ തെറ്റ് ഇതിൽ നിന്ന് തിരുത്തി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നമ്മുടെ ഒറിജിനൽ പോമറേനിയൻ. അതായത് ഇത് ഇത്ര ഉള്ളൂ. 2 പ്രസവിച്ച പട്ടിക്കുഞ്ഞാണെന്ന്, പ്രസവം കഴിഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, പ്രസവം കഴിഞ്ഞ പട്ടിക്കുഞ്ഞാണെന്ന് കണ്ടാ പറയും ഒരു കുഞ്ഞു പട്ടി, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും വീഡിയോ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ അക്കൗണ്ട് മീഡിയയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഈ പോമറേനിയനായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനന്തുഭായിനെ കോൺടാക്ട് ചെയ്യാം. ആളുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.